മെഗാ തൊഴിലവസര പദ്ധതി പ്രഖ്യാപനവുമായി നരേന്ദ്രമോദി. യുവാക്കൾക്കായുള്ള 1 ലക്ഷം കോടിയുടെ പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. 3.5 കോടി യുവാക്കൾക്ക് പ്രയോജനപ്പെടുമെന്ന് ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിൽ മോദി വ്യക്തമാക്കുകയും ചെയ്തു. കൂടുതൽ തൊഴിൽ പദ്ധതികൾ ഇന്ത്യയിൽ വരുന്നതിലൂടെ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവ് വരുത്താൻ സാധിക്കും. ഇന്ത്യയിലെ യുവാക്കളെ US പോലുള്ള ചില രാജ്യങ്ങളിൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന ഭീഷണിക്ക് ഇതൊരു തിരിച്ചടിയാവുകയും ചെയ്യും. രാജ്യം വമ്പൻ സാമ്പത്തിക ശക്തിയായി മാറാൻ ഒരുങ്ങുകയാണ് എന്നതിന്റെ ഉത്തമ സൂചനകളാണ് ഇതെല്ലാം. നരേന്ദ്രമോദി എന്ന നേതാവ് ഇന്ത്യക്കും ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയും ശക്തമായി നിലകൊള്ളുന്നു എന്നതും ഇതിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ $10 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയിലേക്ക് രാജ്യം 2047 എത്തുമെന്നും മോദി വ്യക്തമാക്കി. എല്ലാ ഭാഷകളും തുല്യം, എല്ലാ ഭാഷകളും വികസിക്കണമെന്നും മോദി പറഞ്ഞു. പ്രസംഗത്തിൽ RSSനെ പുകഴ്ത്തുകയും ചെയ്തു. RSSന്റെ 100 വർഷത്തെ രാഷ്ട്ര സേവനം സമാനതകളില്ലാത്തതെന്നും സമർപ്പണത്തിന്റെ ഇതിഹാസമെന്നും മോദി വ്യക്തമാക്കി. ഇനിയും മുൻപോട്ട് നീങ്ങാനുള്ള ഊർജ്ജമാണ് RSS നൽകുന്നത്. നക്സലിസത്തിനും മാവോവാദത്തിനും വിലങ്ങിടുമെന്നും മോദി വ്യക്തമാക്കി. കർഷകരെയും പിന്നോക്ക വിഭാഗങ്ങളെയും സർക്കാർ ഒരിക്കലും കൈവിടില്ല എന്നും അവർക്കൊപ്പമാണ്. ഗരീബി ഘട്ടാവോ മുദ്രാവാക്യവും ഇപ്പോൾ യാഥാർത്ഥ്യമായി. രാജ്യത്തെ ഓരോ കുടുംബത്തെയും കുറിച്ചും തനിക്ക് ചിന്തയുണ്ടെന്നും മോദി വ്യക്തമാക്കി. നക്സലിസത്തിനും മാവോവാദത്തിനും വിലങ്ങിടും, നുഴഞ്ഞുകയറ്റത്തെ ചെറുക്കും, രാജ്യത്തെ നുഴഞ്ഞുകയറ്റക്കാർക്ക് വിട്ടുകൊടുക്കില്ല. നക്സലിസത്തിനും മാവോവാദത്തിനും വിലങ്ങിടും, ചുവന്ന തീവ്രവാദത്തെ തൂത്തെറിയും. മുന്നേറാനുള്ള യഥാർത്ഥ സമയമാണ് ഇത്. നമുക്കൊന്നിച്ച് മുന്നേറാമെന്നും പറഞ്ഞുകൊണ്ടാണ് മോദി പ്രസംഗം അവസാനിപ്പിച്ചത്. മാത്രമല്ല, രാജ്യത്തിന്റെ ജനസംഖ്യാ ഘടന മാറ്റാൻ ഗൂഢാലോചന നടത്തുന്നുണ്ടെങ്കിലും പുതിയൊരു പ്രതിസന്ധിക്ക് വഴിയൊരുങ്ങുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ നുഴഞ്ഞുകയറ്റക്കാർ നമ്മുടെ യുവാക്കളുടെ ഉപജീവന മാർഗം കവർന്നെടുക്കുകയാണ്. ഈ നുഴഞ്ഞുകയറ്റക്കാർ രാജ്യത്തെ സ്ത്രീകളെയാണ് ലക്ഷ്യമിടുന്നത്. ഇത് സഹിക്കാൻ കഴിയില്ല. നിരപരാധികളായ ആദിവാസികളെ ആശയക്കുഴപ്പത്തിലാക്കി ഈ നുഴഞ്ഞുകയറ്റക്കാർ അവരുടെ ഭൂമി തട്ടിയെടുക്കുകയാണ്. രാജ്യം ഇത് സഹിക്കില്ല. അതിർത്തി പ്രദേശങ്ങളിലെ ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന്റെ ഐക്യത്തിനും പരമാധികാരത്തിനും ദേശീയ സുരക്ഷാ വെല്ലുവിളികൾ ഉയർത്തുകയും സംഘർഷത്തിന് വിത്തുകൾ വിതയ്ക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം കൂടുതൽ വിശദീകരിക്കുകയും ചെയ്തു. ഒരു രാജ്യത്തിനും നുഴഞ്ഞുകയറ്റക്കാർക്ക് മുന്നിൽ കീഴടങ്ങാൻ കഴിയില്ല. പിന്നെ നമുക്ക് എങ്ങനെ കഴിയും? നമ്മുടെ പൂർവികർ ത്യാഗത്തിലൂടെയാണ് സ്വാതന്ത്ര്യം നേടിയത്. അവർ നമുക്കൊരു സ്വാതന്ത്ര്യ ഇന്ത്യയെ സമ്മാനിച്ചു. അവരോടുള്ള നമ്മുടെ കടമ അത്തരം പ്രവർത്തനങ്ങൾ അനുവദിക്കാതിരിക്കുക എന്നതാണ്. ജനസംഖ്യാപരമായ മാറ്റം ഒരു സാമൂഹിക വെല്ലുവിളി മാത്രമല്ല, അത് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ അതിന്റെ 100ാം സ്ഥാപക വാർഷികത്തിൽ പ്രശംസിക്കുകയും ചെയ്തു. ഈ നാഴികക്കല്ല് അടയാളപ്പെടുത്തുന്നതിനെ മോഹൻ ഭഗവത് നേതൃത്വം നൽകുന്ന RSS ഓഗസ്റ്റ് 26 മുതൽ വിപുലമായ ആഘോഷങ്ങൾ നടത്തും. 100 വർഷത്തെ സംഘയാത്ര, പുതിയ ചക്രവാളങ്ങൾ എന്ന പേരിലുള്ള പ്രധാന പരിപാടി ഓഗസ്റ്റ് 26 മുതൽ 28 വരെ ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടക്കും. നവംബറിൽ ബംഗളൂരുവിലും അടുത്ത ഫെബ്രുവരിയിൽ കൊൽക്കത്തയിലും മുംബൈയിലും സമാനമായ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും പാകിസ്ഥാൻ, തുർക്കി, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള നയതന്ത്രജ്ഞരെ ഈ ആഘോഷങ്ങളുടെ അതിഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അദ്ദേഹം അതിനെ ലോകത്തിലെ ഏറ്റവും വലിയ NGO എന്ന് വിളിക്കുകയും രാഷ്ട്ര നിർമ്മാണത്തിൽ എപ്പോഴും പങ്കാളികളാണെന്ന് പറയുകയും ചെയ്തു. മാതാഭാരതിയുടെ ക്ഷേമം ലക്ഷ്യമിട്ട് വ്യക്തി നിർമ്മാൺ സേ രാഷ്ട്ര നിർമ്മാൺ എന്ന ദൃഢനിശ്ചയത്തോടെ സ്വയം സേവകർ നമ്മുടെ മാതൃരാജ്യത്തിന്റെ ക്ഷേമത്തിനായി അവരുടെ ജീവിതം സമർപ്പിച്ചു. ഒരു തരത്തിൽ പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ NGO ആണ് RSS. അതിന് 100 വർഷത്തെ സമർപ്പണ ചരിത്രമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.